ഇന്ന് നമ്മളൊരു ഫിഷിങ്ങിന് വന്നതാണ് കേട്ടോ. കുറച്ചാൾ പനി പിടിച്ച് ഫീൽഡ് ഔട്ട് ആയിട്ട് ഇരുന്നതിന് ശേഷം ഇന്നാണ് നമ്മൾ വീണ്ടും ഫിഷിങ്ങിന് ഇറങ്ങുന്നത്. ഇതുപോലെ ആറിന്റെ കരക്ക് കയറി കിടക്കുന്ന വെള്ളത്തിനകത്ത് എന്തെങ്കിലും മീൻ പെട്ട് കിടപ്പുണ്ടോ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ നമ്മുടെ ആറ്റിൽ കൂടെ വലിയൊരു പന ഒഴുകി പോകുന്നത് കണ്ടത്. ഇന്ന് നമ്മളൊരു അൾട്രാലൈറ്റ് ഫിഷിങ്ങിന് വന്നതായിരുന്നെങ്കിൽ നമുക്ക് ആറ്റിൽ വെള്ളം ഒഴുക്കും കൂടുതലായതുകൊണ്ട് തന്നെ മീനൊന്നും കിട്ടിയില്ലായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ വീട്ടിൽ വന്ന് നമ്മൾ നേരത്തെ പിടിച്ച് ഫ്രീസറിൽ വെച്ച് 2 പരലിനെ എടുത്ത് ഇതുപോലെ ഐസ് മാറാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കിടക്കുമ്പോൾ തന്നെ നമ്മുടെ പരലിന്റെ ഐസ് എല്ലാം പോയി നല്ല സെറ്റ് ആയിട്ട് കിട്ടും. ആ ഒരു സമയത്ത് നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ വാഹയോടെ ഫീഡ് എടുക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ഇനി നമുക്ക് ഐസ് കളഞ്ഞെടുത്ത പരലിനെ ഓരോന്നോരോന്നായിട്ട് അവൻ ഇട്ട് കൊടുക്കാം. 2 പ്രാവശ്യം ഹാൻഡ് ഫീഡ് ചെയ്യുന്ന നേരം ഇവൻ ചാടി നമ്മുടെ കയ്യെ കടിച്ചതായതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ ഇവനെ ഹാൻഡ് ഫീഡ് ചെയ്യാറില്ല കേട്ടോ. ഇപ്പൊ നമ്മൾ മീനുകളെ ഇങ്ങനെ ഇട്ട് കൊടുക്കാറാണ് പതിവ്. ഇനി നമുക്ക് നമ്മുടെ 2ാമത്തെ പരലിനെ കൂടി ഇട്ട് കൊടുത്തു നോക്കാം. അങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്ത 2 പരലിനെ അവൻ നല്ല പുഷ്പം പോലെ അടിച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ചെറിയൊരു ഉണക്കക്കൊഞ്ചിന്റെ കഷ്ണം എടുത്തുകൊണ്ട് നമ്മൾ നേരെ നമ്മുടെ സ്പോട്ടഡ് കാറ്റ് ഫിഷിന്റെ അടുത്തേക്കാണ് വന്നേക്കുന്നത്. നേരത്തെയൊക്കെ നമ്മൾ ഫീഡ് ചെയ്തിട്ട് നമ്മൾ പോയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മുടെ കാറ്റ് ഫിഷ് വന്ന് ഫീഡ് എടുക്കത്തുള്ളായിരുന്നു. ഇപ്പൊ അവൻ നമ്മളുമായിട്ടൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു കാറ്റ് ഫിഷിന് ഉണക്കക്കൊഞ്ചെന്ന് പറയുന്നത് നല്ല ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇട്ട് കൊടുക്കുന്ന സമയം കൊണ്ട് തന്നെ അവൻ വന്ന് ഫീഡ് എടുത്തോണ്ട് പോയിട്ടുണ്ട്. എന്തായാലും നമുക്ക് അവന് കുറച്ച് ഉണക്കച്ചെമ്മീനും കൂടി ഇട്ട് കൊടുത്തേക്കാം. ആ സമയത്ത് നമ്മുടെ വരാലുകൂട്ടിന് ഇപ്പുറത്തെ ടാങ്കിൽ കിടന്ന ഉണക്കച്ചെമ്മീൻ ഫീഡ് എടുത്തോണ്ടിരിക്കുകയാണ്. നേരത്തെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം നമ്മുടെ വരാലിനും നമ്മളെ നല്ല പേടിയായിരുന്നു. ഇപ്പൊ നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ അവനും വന്ന് ഫീഡൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഗപ്പി ടാങ്കിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള ഗപ്പിയുടെ സ്വാട്ടയിലിന്റെ ഒക്കെ കുഞ്ഞുങ്ങളാണ്. ഇവര് കുറച്ച് വളർന്നതിന് ശേഷം ഇവരെ തിരിച്ച് ആ ഗപ്പി ടാങ്കിലേക്ക് തന്നെ വിടാനാണ് നമ്മുടെ പ്ലാൻ. ഇവർക്ക് ഇപ്പൊ നമ്മൾ ഫീഡായിട്ട് കൊടുക്കുന്നത് പ്രിൻസുവിനാണ് കേട്ടോ. അങ്ങനെ അവരെ നമ്മൾ ഫീഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.